Okay, welcome to another session of Riju and PSK online classes with another chapter that dual nature of matter and radiation. നമ്മൾ ഈ വർഷത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒപ്റ്റിക്സിൽ നിന്നാണ്. റേ ഒപ്റ്റിക്സ് ആണ് നിങ്ങൾ ആദ്യമായിട്ട് ഈ വർഷം അറ്റൻഡ് ചെയ്ത ചാപ്റ്റർ. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം ലൈറ്റിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട് ലൈറ്റ് എന്ന് ബൈ ഹെഡ്സ് എക്സ്പെരിമെൻറ്റ്. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവാണ്. സൈനുസോയിഡലായിട്ടുള്ള ഒരു ക്രോസ്ഡ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എഫക്റ്റാണ്. ഇഫ് ദ എനർജി ഈസ് ഇൻ ബിറ്റ്വീൻ 400 to the wavelength of the energy is in between 400 to 700 നാനോമീറ്റർ, അവിടെ ഉണ്ടാവുന്ന ആ സെൻസേഷനെയാണ് നമ്മൾ ലൈറ്റ് എന്ന് പറഞ്ഞത്. ആ ലൈറ്റിൻ്റെ പലതരം പ്രോപ്പർട്ടീസ് നമ്മൾ ആദ്യം റേ ഒപ്റ്റിക്സിലും പിന്നീട് വേവ് ഒപ്റ്റിക്സിലും കണ്ടിരുന്നു. റേ ഒപ്റ്റിക്സിൽ നമ്മൾ ലൈറ്റിനെ കൺസിഡർ ചെയ്തിരുന്നത് ഒരു പാർട്ടിക്കിളായിട്ടാണ്. അതായത് ഇറ്റ് വാസ് ഫോളോയിങ് ദ ന്യൂട്ടൺസ് കോർപ്പസ്കുലർ തിയറി ഓഫ് ലൈറ്റ്. അപ്പോൾ അതിൽ നമ്മൾ റിഫ്ലക്ഷൻ കണ്ടിരുന്നു. ആൻഡ് ആസ് ആൻ ആപ്ലിക്കേഷൻ വി ഹാവ് ഡെൽറ്റ് വിത്ത് പ്ലെയിൻ മിറേഴ്സ്, കോൺവെക്സ് മിറർ ആൻഡ് കോൺകേവ് മിറർ. അതിനുശേഷം ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ കണ്ടു. റിഫ്രാക്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ആ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും മാത്രമാണ് നമ്മൾ റേ ഒപ്റ്റിക്സിൽ ഡീൽ ചെയ്യുന്ന രണ്ട് പ്രോപ്പർട്ടീസ്, ഐ മീൻ ദ പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ്. കാരണം റേ ഒപ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട്, അല്ലെങ്കിൽ കോർപ്പസ്കുലർ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ലൈറ്റിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് അത് രണ്ടും മാത്രമാണ്, റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് സീൻ ദ ഡിഫറെൻറ്റ് തിങ്സ് ഇൻ വേവ് ഒപ്റ്റിക്സ്. വേവ് ഒപ്റ്റിക്സിൽ എന്തായിരുന്നു നമ്മൾ തുടങ്ങിയിരുന്നത്? എന്തായിരുന്നു? വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന ഹൈഗൻസ് തിയറി ഓഫ് വേവ് ഫ്രണ്ട്, അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിരുന്നത്. അവിടെ ലൈറ്റിനെ ഹൈഗൻസ് കൺസിഡർ ചെയ്തിരുന്നത് ഒരു വേവായിട്ടാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ടാണ് ഹൈഗൻസ് കൺസിഡർ ചെയ്തിരുന്നത്. അങ്ങനെ ഹൈഗൻസ് തിയറിയുടെ ആസ് ആൻ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻ്റർഫറൻസ് കണ്ടു, ഡൈഫ്രാക്ഷൻ കണ്ടു, അതിനുശേഷം പോളറൈസേഷൻ കണ്ടു. ആൻഡ് പോളറൈസേഷൻ ഈ വർഷത്തെ നിങ്ങളുടെ നീറ്റ് എക്സാമിൽ നിന്ന് കുറേ പോർഷൻസ് എടുത്തു മാറ്റിയിട്ടുണ്ട്. പോളറൈസേഷനും അങ്ങനെ എടുത്തു മാറ്റിയെന്നാണ് അറിയുന്നത്. അപ്പം അങ്ങനെ 3 പ്രോപ്പർട്ടീസാണ് നമ്മൾ വേവ് നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ ന്യൂട്ടൻ്റെ കോർപ്പസ്കുലാർ തിയറിയെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈഗൻസിൻ്റെ തിയറി ഓഫ് വേവ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് റിയലി സ്ട്രോങ് കമ്പയർഡ് ടു ദ ന്യൂട്ടൺസ് തിയറി. പക്ഷേ ഇവർ രണ്ടുപേരും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് ഈ വേവ് തിയറിയും കോർപ്പസ്കുലാർ തിയറിയും ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിലും ന്യൂട്ടൺ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് നമ്മൾ ഇന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കൺസിഡർ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു സയൻറ്റിസ്റ്റുകൾക്കിടയിലെ ഒരു സെലിബ്രിറ്റി ആയിരുന്നു. അതേപോലെ തന്നെ സൊസൈറ്റിയിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു ന്യൂട്ടൺ. അപ്പോൾ ന്യൂട്ടൻ്റെ തിയറിയെ തെറ്റാണ് എന്ന് ഓപ്പണായിട്ട് പറയാനുള്ളൊരു ധൈര്യം ഹൈഗൻസിന് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ബട്ട് ആക്ച്വലി ഇന്ന് നമുക്കറിയാം ന്യൂട്ടൻ്റെ കോർപ്പസ്കുലാർ തിയറി ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഹൈഗൻസിൻ്റെ വേവ് തിയറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ വേഴ്സറ്റൈൽ. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിഫ്ലക്ഷൻ ആയാലും റിഫ്രാക്ഷൻ ആയാലും ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ എവറിത്തിങ് ക്യാൻ ബി എക്സ്പ്ലെയിൻ. ഓക്കെ, കുറേ കൂടെ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വേവ് തിയറി തന്നെയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അത് തുറന്നു പറയാനോ അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ തിയറി തെറ്റാണ് അല്ലെങ്കിൽ അതിന് പല ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറയാനോ ഉള്ള ധൈര്യം ഹൈഗൻസിന് ഇല്ലാത്തതുകൊണ്ട് ഹൈഗൻസ് അയാളുടെ ഇൻവെൻഷൻസും അതുപോലെ തന്നെ അങ്ങേരുടെ ഒബ്സർവേഷനും എല്ലാം നോട്ട് ചെയ്ത് വെച്ചിരുന്ന ബുക്കിൽ എഴുതിയിരുന്നു. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഇൻവെൻഷൻസ് കറക്റ്റാണ് അല്ലെങ്കിൽ അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു കാലം വരും എന്ന് പുള്ളി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ലൈറ്റിൻ്റെ ഡ്യുവൽ നേച്ചറിനെ പറ്റി, അതായത് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് ചാപ്റ്റർ, അവിടെയാണ് ലൈറ്റിൻ്റെ വേവ് തിയറിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് വേവ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ന്യൂട്ടൺ എന്ന് പറയുന്ന ആ ഒരു അത്രയും പവർഫുൾ ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് എന്നതിലുപരി ഒരു സൊസൈറ്റിയിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളെ എതിർക്കാനുള്ളൊരു മടി കൊണ്ടാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു ധൈര്യമില്ലായ്മ കൊണ്ടാണ് ആ ഹൈഗൻസ് തിയറി ഓഫ് വേവ് ഫ്രണ്ട്സ് കുറേ കാലം അത് അയാളുടെ ബുക്കിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു, തുറന്നു പറയാനുള്ള ധൈര്യമില്ല. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ പുറമേ കാണുന്ന പൊളിറ്റിക്സ് അല്ല, ഏറ്റവും കൂടുതൽ പൊളിറ്റിക്സ് നിലനിൽക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് സയൻസ് തന്നെയാണ്. അത് അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുന്നതാണ്. കാരണം നിങ്ങളിൽ പലരും സയൻസിൽ ഹയർ സ്റ്റഡീസ്, ബേസിക് സയൻസിൽ ഹയർ സ്റ്റഡീസ് നടത്താൻ താല്പര്യപ്പെടുന്നവരായതുകൊണ്ട് യു ഹാവ് ടു നോ അബൌട്ട് ദിസ്
സയൻസ് പഠിക്കുന്നവർ സയൻസിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞതിന് ശേഷമേ സയൻസ് പഠിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പണ്ട് കാലത്തെ ഇൻവെൻഷൻസിനെ പറ്റി പറഞ്ഞിട്ടല്ലേ നമ്മൾ ആറ്റമിക് സ്ട്രക്ചർ പറയുമ്പോൾ ഡാൾട്ടൺസ് തിയറി ഓഫ് ആറ്റംസ് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ റൂദർഫോർഡിലേക്കും അതുപോലെ തന്നെ ജെ തോംസണിലേക്കും പിന്നീട് നീൽസ് ബോറിലേക്കും ഹൈസൻബർഗിലേക്കും എല്ലാത്തിലേക്കും വരുന്നത് നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദർ ഈസ് എ ഹിസ്റ്ററി ഓഫ് സയൻസ്. ആ ഹിസ്റ്ററി ഓഫ് സയൻസ് അറിഞ്ഞാൽ തന്നെ നമുക്ക് മുമ്പോട്ട്, അതായത് അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഓരോ കാലഘട്ടത്തിലും വന്നിട്ടുള്ള ഇൻവെൻഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് റേ ഓപ്റ്റിക്സ്, ശരിക്കും പറഞ്ഞാൽ ഈ ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ തിയറിയുടെയും വേവ് തിയറിയുടെയും ഒരു കണ്ടിന്യൂവേഷനാണ്, അല്ലെങ്കിൽ റേ ഓപ്റ്റിക്സിൻ്റെയും വേവ് ഓപ്റ്റിക്സിൻ്റെയും ഒരു കണ്ടിന്യൂവേഷനാണ്. റേ ഓപ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞ ഇപ്പോൾ റേ ഓപ്റ്റിക്സിലും വേവ് ഓപ്റ്റിക്സിലും കൂടെ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, അത് പാർട്ടിക്കിൾ തിയറിയും വേവ് തിയറിയും കൊണ്ട് പറഞ്ഞു. ഇതാണ് അതിൻ്റെ ആ രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ ഒരു എസൻസ് അതാണ്. അപ്പോൾ നമ്മൾ കണ്ട പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് മക്കളെ? ഫസ്റ്റ് ഓഫ് ഓൾ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ. ഈ 5 പ്രോപ്പർട്ടീസാണ് നമ്മൾ കണ്ടത്. അതായത് ക്വാണ്ടം നേച്ചർ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വരുന്നത് വരെ ഈ ഇങ്ങനെ 5 പ്രോപ്പർട്ടീസ് മാത്രമേ ലൈറ്റിനുള്ളൂ എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സയൻറ്റിസ്റ്റുകൾ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തിട്ടുള്ളത് ഇൻ്റർഫറൻസ് ആണ്. പല റീജിയനുകളിൽ അല്ലെങ്കിൽ പല ഫീൽഡുകളിൽ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് പല സയൻറ്റിസ്റ്റുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് അത് കൊണ്ടുവന്നത് തോമസ് യങ് ആണെങ്കിലും അതിനുശേഷം പലരും, ഈവൻ ലൈറ്റിലും സൗണ്ടിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു തിയറമാണ് ഈ പറയുന്ന ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർഫറൻസിനെ പറ്റി ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെയൊക്കെ ഒരു ഫൗണ്ടറാണ്, വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് മാക്സ് ബോൺ പറഞ്ഞിട്ടുള്ളത് ലൈറ്റ് പ്ലസ് ലൈറ്റ് വിൽ നെവർ ഓൾവേസ് ഗീവ് ലൈറ്റ്, സംടൈംസ് ഇറ്റ് ക്യാൻ ബി ഡാർക്ക്നെസ് ടു എന്ന് ഒരു മൂപ്പരുടെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. കാരണം നമുക്ക് ഇന്ന് നിങ്ങൾക്കത് പറയുമ്പോൾ മനസ്സിലാവും. കാരണം എല്ലാ സമയത്തും ലൈറ്റും ചേരുന്ന സമയത്ത് കൂടുതൽ ലൈറ്റ് അല്ല വരുന്നത്. ചില സ്ഥലത്ത് അതെന്തായിട്ടും വരുന്നുണ്ട്, ഡാർക്ക്നെസ് ആയിട്ടും വരുന്നുണ്ട്, വിച്ച് വി കോൾ ആസ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ട 5 പ്രോപ്പർട്ടീസ്, അതിനെപ്പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മളുടെ 19th സെഞ്ച്വറിയുടെ അവസാനം അല്ലെങ്കിൽ 20th സെഞ്ച്വറിയുടെ സ്റ്റാർട്ടിങ്ങിലാണ് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി വരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നീൽസ് ബോർ, ഹൈസൻബർഗ്, ഷ്രോഡിംഗർ, ഡിറാക്ക് അതുപോലെയുള്ള സയൻറ്റിസ്റ്റുകളുടെ പുതിയ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുന്നതും. അപ്പോൾ ആ ക്വാണ്ടം തിയറി പറയുന്നതനുസരിച്ച് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ട്രാൻസ്ഫർ ഓഫ് എനർജി അല്ല, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സം ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി. അതിനെയാണ് നമ്മൾ എന്തായിട്ട് എങ്ങനെ പറയുന്നത്? E is equal to NH nu, ദ എനർജി റേഡിയേറ്റഡ് ബൈ എ ബോഡി അല്ലെങ്കിൽ ദ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി റേഡിയേറ്റഡ് ബൈ എ ബോഡി ഈസ് ലൈക്ക് ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി. അല്ലാതെ കണ്ടിന്യൂസ് ഫ്ലോ അല്ല. നമ്മൾ സൗണ്ട് എന്ന് പറയുന്നത്, സൗണ്ട് വേവ് എന്ന് പറയുന്നത് പോലെ എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് അതൊരു കണ്ടിന്യൂസ് ഫ്ലോ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള സൗണ്ട് കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്തിട്ടാണ് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നത്. പക്ഷേ ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ കാണുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിലേക്ക് എത്തുന്നതോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണുന്ന സമയത്ത് എൻ്റെ കണ്ണിലേക്ക് എത്തുന്നതോ ആയിട്ടുള്ള ലൈറ്റ് ഒരിക്കലും ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ടല്ല വരുന്നത്. അത് ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് ലൈറ്റ് ഫോട്ടോൺസ് ആയിട്ടാണ് വരുന്നത്. അവിടെയാണ് നമുക്ക് പുതിയ കൺസെപ്റ്റ് വരുന്നത്, ഫോട്ടോൺ എന്ന് പറയുന്നത്. ലൈറ്റിൻ്റെ യൂണിറ്റിനെ അല്ലെങ്കിൽ ദ ക്വാണ്ട ഓഫ് ലൈറ്റ്, അതിനെയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പുതിയ ഒരു ഐഡിയ വരുന്നത് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി വന്നതിന് ശേഷമാണ്. അപ്പോൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വന്നപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയി നടന്ന എക്സ്പെരിമെൻസിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച ലൈറ്റിൻ്റെ ഒരു പുതിയ പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് തന്നെയാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ അതെന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ലൈറ്റ് എനർജി അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളൊരു സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതായത് ദ ലൈറ്റ് വെൻ ഇൻസിഡൻറ്റ് ഓൺ എ മെറ്റൽ വിത്ത് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്, electrons will be ejected out of the surface. And normally ഈ ഇലക്ട്രോൺ ഇജക്ഷൻ കാണിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം മെറ്റൽസ് ആയിരിക്കും, അതേപോലെ തന്നെ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആയിരിക്കും. അയണൈസേഷൻ എനർജി കുറഞ്ഞ, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ആണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ജനറലി എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ ടൈപ്പ് ഓഫ്
ഇലക്ട്രോൺ എമിഷൻ അല്ല. വി ഹാവ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ഇലക്ട്രോൺ എമിഷൻ. അതിന് മുമ്പേ കണ്ടുപിടിച്ചിട്ടുള്ള പല മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ മെത്തേഡിലാണ് ഒരു സർഫസിൽ നിന്ന് ഇലക്ട്രോൺ എമിഷൻ നടക്കുന്നത് എന്ന് ആദ്യം കണ്ടതിന് ശേഷം വി വിൽ സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൻഡ് റിലേറ്റഡ് തിങ്സ്. അപ്പോൾ 4 തരത്തിലാണ് നമുക്ക് ഇന്ന് വരെ ഇലക്ട്രോൺസിനെ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എപ്പോഴും ഒരു കാര്യം ഓർമ്മിക്കണം, ഇലക്ട്രോൺ എമിഷൻ എന്ന് പറയുന്നത് മെറ്റൽ സർഫസുകളിൽ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് മെറ്റൽസിനാണ് നോൺ മെറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ എമിഷൻ അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി കുറവായിട്ടുള്ളത്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലുള്ളത്. കാരണം മെറ്റൽസ് എന്ന് പറയുന്നത് ജനറലി നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യാറുള്ളത് കെമിസ്ട്രിയിൽ? ഇലക്ട്രോ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. സോ ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ ആസ് ദ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇൻക്രീസസ്, ആ സ്കെയിൽ ഒക്കെ ഓർമ്മയുണ്ടാവും കെമിസ്ട്രിയിൽ. അതിപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അയണൈസേഷൻ എനർജി കുറയും. സോ ദ ഈസ് ഓഫ് റിമൂവിങ് ആൻ ഇലക്ട്രോൺ വിൽ ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കെമിസ്ട്രിയിൽ കാണാം. നമുക്കിപ്പോൾ ഇവിടെ കാണേണ്ടത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ. ആ 4 ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ എമിഷനിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷനാണ് ഏറ്റവും അവസാനം കണ്ടുപിടിച്ചിട്ടുള്ള type of electron emission. So we will start with the type of electronic emissions. So we will start with ഇലക്ട്രോൺ. നമ്മൾ ആ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള അതിൻ്റെ ചില ഫണ്ടമെൻ്റൽസ് പറഞ്ഞതിന് ശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഐൻസ്റ്റീൻസ് ഇക്വേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാവില്ല. സോ ഇലക്ട്രോൺ എമിഷൻ, അതിൽ the first one is thermionic emission. അത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തെർമിയോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് ഒരു മെറ്റീരിയലിനെ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മെറ്റലിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് യൂസിങ് ദ ഹീറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഇറ്റ് കംസ് അറൗണ്ട് ദ ഇൻഫ്രാറെഡ് റീജിയൻ. അപ്പോൾ ഇൻഫ്രാറെഡ് റീജിയനിലുള്ള ഹീറ്റ് എനർജി ഒരു മെറ്റീരിയലിന് കൊടുത്തുകൊണ്ട് ആ മെറ്റീരിയലിൽ നിന്ന്, അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ തെർമിയോണിക് എമിഷൻസ് എന്ന് പറയുക. സോ ദാറ്റ് മീൻസ് ദ ഹീറ്റ് എനർജി വിൽ ബി യൂസ്ഡ് ഫോർ റിമൂവിങ് ദ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. അതൊന്നാമത്തെ. ഇത് ഹൈലി എഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ എഫിഷ്യൻസി വളരെ കൂടുതലുള്ള ഒരു ഇലക്ട്രോണിക് എമിഷൻ മെത്തേഡാണ് തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ് ഫോർ ഇലക്ട്രോൺ എമിഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇൻഫ്രാറെഡ് റീജിയനിലുള്ള എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഹീറ്റ് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റീജിയനിൽ വരുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതായത് മെറ്റൽസിൻ്റെ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ സർഫസിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ തെർമിയോണിക് എമിഷൻ കാണാൻ പറ്റുന്നത്. ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള രണ്ടാമത്തെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫീൽഡ് എമിഷൻ. ഫീൽഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം റെപ്രസെൻറ്റ്സ് സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ കൊടുത്തുകൊണ്ട്, വെരി സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുത്തുകൊണ്ട് മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഫീൽഡ് എമിഷൻ. അവിടുത്തെ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വർക്ക് ഡൺ ബൈ ദ ഇലക്ട്രിക് ഫീൽഡ്, ദ എനർജി ടു റിമൂവ് ദ ഇലക്ട്രോൺ ഇസ് ടേക്കൺ ഫ്രം ദ വർക്ക് ഡൺ ബൈ ദ ഇലക്ട്രിക് ഫീൽഡ് ഓർ ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ഇലക്ട്രോൺ ഓർ ഓൺ ദ മെറ്റൽ സർഫസ്. അതാണ്. അപ്പോൾ അവിടെ വർക്ക് ഡൺ ബൈ ദ ഫീൽഡ് ആണ് എന്തായിട്ട് മാറുന്നത്, എനർജി ടു റിമൂവ് ഇലക്ട്രോൺ ആയിട്ട് മാറുന്നത്. ഇത് കമ്പയർ ടു തെർമിയോണിക് എമിഷൻ ഇതിൻ്റെ എഫിഷ്യൻസി കുറച്ച് കുറവാണ്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ തേർഡ് വൺ ഈസ് സെക്കൻഡറി എമിഷൻ. സെക്കൻഡറി എമിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സപ്ലിമെൻ്ററി മെത്തേഡാണ്. കാരണം ഇപ്പോൾ ഫീൽഡ് എമിഷൻ വഴിയോ അല്ലെങ്കിൽ തെർമിയോണിക് എമിഷൻ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെത്തേഡ്സ് ഓഫ് ഇലക്ട്രോണിക് എമിഷൻ വഴിയോ കുറേ ഇലക്ട്രോൺസ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓൾറെഡി എമിറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ, ഹൈ കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ വേറെ ഏതെങ്കിലും മെറ്റൽ സർഫസിൽ കൊണ്ടുപോയി ബോംബാർഡ്മെൻറ്റ് നടത്തി അവിടുന്ന് അവിടുന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് എമിഷൻ ഇസ് കോൾഡ് ആസ് എ സെക്കൻഡറി എമിഷൻ. അതായത് പ്രൈമറി മെത്തേഡായിട്ടുള്ള തെർമിയോണിക് എമിഷൻ വഴിയോ ഫീൽഡ് എമിഷൻ വഴിയോ, അല്ലെങ്കിൽ ഫീൽഡ് എമിഷനെ ചിലപ്പോൾ കാഥോഡിക് എമിഷൻ എന്നും പറയാറുണ്ട്. ഇത് രണ്ടും ഉദ്ദേശിക്കുന്ന സെയിം തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രൈമറി എമിഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യും. അങ്ങനെ ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് മറ്റേതെങ്കിലും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ സർഫസിൽ പോയി തട്ടിക്കഴിഞ്ഞാൽ, ഇഫ് ദ ഇലക്ട്രോൺസ് ആർ ഹാവിങ്
sufficient kinetic energy or electrons are having sufficient energy to remove the electrons from the metal surface, then you can see the flow of electrons. അപ്പോൾ അതാണ് സെക്കൻഡറി എമിഷൻ. കമ്പയർ ടു ദീസ് ടു ഇതിൻ്റെ എഫിഷ്യൻസി കുറവായിരിക്കും. കാരണം ഈ രണ്ട് പ്രൈമറി മെത്തേഡ് വഴി പുറത്ത് വരുന്ന ഇലക്ട്രോൺസ് ആണ് സെക്കൻഡറി എമിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ടുപേരുടെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി കുറവാണ് സെക്കൻഡറി എമിഷൻ്റെ. അത് ഓർമ്മിച്ച് വെച്ചോളൂ. സെക്കൻഡറി എമിഷൻ ഈസ് ഹാവിങ് ലെസ് എഫിഷ്യൻസി കമ്പയർ ടു ദ അതർ ടു മെത്തേഡ്സ്. ഇനി നാലാമത്തെ മെത്തേഡാണ്, അല്ലെങ്കിൽ ദ മെയിൻ തിങ് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ഇൻ ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നോ എമിഷൻ എന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ നിങ്ങൾ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ ഈ 3 മെത്തേഡിന് ശേഷം കണ്ടുപിടിക്കുന്നതാണ് ഈ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, സെക്കൻഡറി എമിഷന് ശേഷം. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ പ്രത്യേകതകൾ പേരിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങളുണ്ട്. ലൈറ്റ് എനർജി യൂസ് ചെയ്തുകൊണ്ട്, തെർമൽ എനർജി യൂസ് ചെയ്ത പോലെ അല്ലെങ്കിൽ ഫീൽഡ് എനർജി യൂസ് ചെയ്ത പോലെ നമ്മൾ ലൈറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റിൻ്റെ എനർജി എന്തായിട്ട് മാറുകയാണ്? ഇറ്റ് is used as the energy required for emitting the electrons. അപ്പോൾ കമ്പയർ ടു ദീസ് 2 മെത്തേഡ്സ് അല്ലെങ്കിൽ ദീസ് 3 മെത്തേഡ്സ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. അല്ലെങ്കിൽ ദ ലീസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ് ഫോർ എമിറ്റിംഗ് ദ ഇലക്ട്രോൺസ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതായത് ഇതിൻ്റെ എഫിഷ്യൻസി പറയുന്നത് തിയറിറ്റിക്കലി ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ 1% ആണ്. അതായത് ഒരു മെറ്റൽ സർഫസിൽ 100 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 100 ലൈറ്റ് ഫോട്ടോൺസ് വരികയാണെങ്കിൽ, ഒരു മെറ്റൽ സർഫസിൽ വന്ന് ബോംബാർഡ് ചെയ്യുന്ന ലൈറ്റ് ഫോട്ടോൺസ് 100 എണ്ണമാണെങ്കിൽ ലെസ് ദാൻ 1% മാത്രമേ ഇലക്ട്രോൺസ് അവിടുന്ന് റിമൂവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ പോലും അവിടുന്ന് റിമൂവ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം തിയറിറ്റിക്കലി. അതായത് ഒരു 1000 ഫോട്ടോൺസ് ഒരു മെറ്റൽ സർഫസിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മേ ബി ഒരു 10 കുറവോ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യാം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ലെസ് ദാൻ 1% ആണ് അതിൻ്റെ എഫിഷ്യൻസി. അത് ലീസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡാണ്. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഓർമ്മയിൽ വേണം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇതേ കാര്യം ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ മെത്തേഡ് ഓഫ് ഇലക്ട്രോൺ എമിഷനാണ്. ഈ ഇലക്ട്രോൺ എമിഷൻ പറഞ്ഞപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ദെയർ ഷുഡ് ബി ആൻ എനർജി which is required to remove an electron from the metal surface എന്ന് പറഞ്ഞു. ആ എനർജി അല്ലെങ്കിൽ ദ എനർജി ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് എന്നോ അല്ലെങ്കിൽ ദ വർക്ക് ഡൺ ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് എന്നോ നമുക്ക് പറയാം. ആൻഡ് ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് തിയറിറ്റിക്കലി കോൾഡ് ആസ് വർക്ക് ഫങ്ഷൻ. വർക്ക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ദ എനർജി to remove an electron from the metal surface, അല്ലെങ്കിൽ it is a work done by the light or some other means of energy to remove an electron from the metal surface. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എക്സ്റ്റേണൽ ആയിട്ട് എത്ര വർക്ക് വേണ്ടി വരുന്നുണ്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് എത്ര എനർജി വരുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതേ വർക്ക് ഫംഗ്ഷനെ തന്നെ പല ബുക്കുകളിൽ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവാം. ചിലയിടത്ത് ഇതിനെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് പകരം ഇതിനെ നമ്മൾ ത്രഷോൾഡ് എനർജി എന്ന് പറയും. ത്രഷോൾഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാം, മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ. അതാണ് ത്രഷോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇതേ കാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഇലക്ട്രോണിനെ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ സർഫസിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യണം. ആ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ നമ്മൾ അങ്ങോട്ടൊരു വർക്ക് ചെയ്യണം. ആ വർക്കാണ് എന്തായിട്ട് മാറുന്നത്? ത്രഷോൾഡ് എനർജി ആയിട്ട് മാറുന്നത്. ഇതേ കാര്യം തന്നെ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ദ സെയിം തിങ്. അവിടെ നിങ്ങൾ എന്താ പറയാറുള്ളത്? ദ വർക്ക് ഡൺ അല്ലെങ്കിൽ ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ ആറ്റം ഈസ് കോൾഡ് ആസ് ദ ഫസ്റ്റ് അയണൈസേഷൻ എനർജി. ആ ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാലും വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് മക്കളെ. അപ്പോൾ ആ 3 പേരുകൾ തമ്മിൽ കൺഫ്യൂസ്ഡ് ആവേണ്ട. കെമിസ്ട്രിയിൽ നിങ്ങൾ ഫസ്റ്റ് അയണൈസേഷൻ, അത് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ പോരാ, ഫസ്റ്റ് അയണൈസേഷൻ എനർജിയും തന്നെ പറയണം. കാരണം മെറ്റൽ ആറ്റത്തിൽ നിന്നാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന എനർജി ആയതുകൊണ്ട് നമ്മളതിനെ ഫസ്റ്റ് അയണൈസേഷൻ എനർജിയും തന്നെ പറയണം. സെക്കൻഡ് അയണൈസേഷൻ എനർജി ആണെങ്കിൽ ഇറ്റ് ഈസ് ഹയർ. അവിടെ മെറ്റൽ അയോണിൽ നിന്നല്ല നമ്മൾ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നത്, മെറ്റൽ ആറ്റത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി. അതേ ഫസ്റ്റ് അയണൈസേഷൻ എനർജി തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്ന വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഞാനിതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് നിങ്ങളൊക്കെ കുറച്ചതിന് ശേഷം, അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ പോയതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ വർക്ക് ഫംഗ്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമുക്ക് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ടൈമിലാണ് നമ്മൾ, കാരണം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുകൊണ്ട് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റിൻ്റെ എനർജിയുടെ ടൈമിലാണ് നമ്മൾ പറയേണ്ടത്. ആൻഡ് ഫോർ ദാറ്റ് വി ഹാവ് ടു അഡോപ്റ്റ് ദ ഇക്വേഷൻ ഫ്രം പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അപ്പോൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറയുന്നതനുസരിച്ച് എന്താണ്? ദ എനർജി റേഡിയേറ്റഡ് ബൈ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് സോഴ്സ് ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എനർജി ഓഫ് വൺ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു n E0, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് എഴുതും? n ഇൻറ്റു E0 ഇസ് ഈക്വൽ ടു h ന്യൂ എന്ന് എഴുതാം, അല്ലെങ്കിൽ E0 ഇസ് ഈക്വൽ ടു hc ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറയാം. ആൻഡ് ദിസ് വിൽ ബി റെപ്രസെൻറ്റഡ് ഇൻ ജൂൾ. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഈസ് ഈക്വൽ ടു NH ന്യൂ അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡ. ഇവിടെ യു ഹാവ് ടു റിമെമ്പർ E0 അല്ലെങ്കിൽ h ന്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എനർജി ഓഫ് വൺ ഫോട്ടോൺ ആണ്. ഒരു ഫോട്ടോണിൻ്റെ എനർജിയാണ് h ന്യൂ. സോ ടോട്ടൽ എനർജി ദാറ്റ് ഇൻസിഡൻറ്റിംഗ് ഓൺ ദ സർഫസ് ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ എനർജി ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ദ സം ഓഫ് ദ ടോട്ടൽ എനർജീസ് ഓഫ് ഫോട്ടോൺസ്. സോ ഒരു ഫോട്ടോണിൻ്റെ എനർജി h ന്യൂ. സോ ഇഫ് n നമ്പർ ഓഫ് ഫോട്ടോൺസ് ആർ ഇൻസിഡൻറ്റിംഗ് ഓൺ ദ സർഫസ് ദെൻ ദ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു NH ന്യൂ. അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ടൈമിന് പകരം വേവ് ലെങ്ത്തിൻ്റെ ടൈമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് സിംപ്ലി hc ഡിവൈഡഡ് ബൈ ലാംഡ. ഇവിടെ നമ്മൾ ഹെച്ചിൻ്റെ യൂണിറ്റും അതേപോലെ തന്നെ സിയുടെ യൂണിറ്റും ഒക്കെ SI യൂണിറ്റിലാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമ്മളുടെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന യൂണിറ്റ് എപ്പോഴും എന്തിലായിരിക്കും? ജൂളിലായിരിക്കും. അത് ഓർമ്മ വേണം. hc ബൈ ലാംഡ വെച്ചോ അല്ലെങ്കിൽ h ന്യൂ വെച്ചോ നമുക്ക് കിട്ടുന്ന എനർജിയുടെ യൂണിറ്റ് ജൂളാണ്. പക്ഷേ നമ്മളിവിടെ ലൈറ്റിൻ്റെ എനർജി അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ജൂളിൽ റെപ്രസെൻറ്റ് ചെയ്യത്തക്ക വലിയൊരു ക്വാണ്ടിറ്റി അല്ല. അത് വളരെ കുറഞ്ഞ ഒരു വളരെ ചെറുതായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഈ ജൂൾ യൂണിറ്റിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നത്? ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാനുള്ള മെത്തേഡ് നിങ്ങൾക്കറിയാം. എന്തായിരുന്നു? ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ യു ഹാവ് ടു ഡിവൈഡ് ബൈ ഇലക്ട്രോണിക് ചാർജ്. സോ ഈ പറയുന്ന സംഭവത്തിനെ തന്നെ നമുക്ക് എന്ത് എഴുതാം? എനർജി. അപ്പോൾ നമ്മളുടെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന വർക്ക് ഫംഗ്ഷനിലേക്ക് വരാം നമുക്ക്. അപ്പോൾ ജൂൾ ടു ഇലക്ട്രോൺ വോൾട്ട് കൺവേർഷൻ അറിയാലോ. ജൂളിൽ കിട്ടിയ എനർജിയുടെ വാല്യൂനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇലക്ട്രോണിക് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട്. ജനറലി ഈ ചാപ്റ്ററിൽ വരുന്ന എല്ലാ എനർജിയുടെ റെപ്രസെൻറ്റേഷനുകളും ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞു തന്നെയാണ്, എനർജി വളരെ കുറവായിരിക്കും. വളരെ കുറവെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അറൗണ്ട് 10⁻⁻10 ജൂളോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും. 10⁻⁻10 ജൂൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇത്രയും ചെറിയ ക്വാണ്ടിറ്റിക്ക് ഇതുപോലൊരു വലിയ യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മൺതരിയുടെ മാസമോ അല്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ മാസമൊന്നും നമ്മൾ ടണ്ണിലൊന്നും റെപ്രസെൻറ്റ് ചെയ്യാറില്ലല്ലോ. കിലോഗ്രാമിലും റെപ്രസെൻറ്റ് ചെയ്യാറില്ല. ഗ്രാമിലോ അല്ലെങ്കിൽ മില്ലിഗ്രാമിലൊക്കെയാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എനർജി ആയതുകൊണ്ട് വി പ്രിഫർ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ അതിൻ്റെ കൺവേർഷൻ അറിയാം. അതായത് 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാണ്. സോ ജൂൾ ടു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഓർമ്മ വേണം, ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ ഇലക്ട്രോണിക് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു എനർജി ഇൻ ജൂൾ ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിക് ചാർജ്. അപ്പോൾ അത് നമുക്ക് കിട്ടും. ഈ ഒരു കാര്യമാണ് നമ്മൾ എന്തിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്? നമ്മളുടെ ഇപ്പോഴത്തെ ഡിസ്കഷൻ ടോപ്പിക്കിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? വർക്ക് ഫംഗ്ഷനെ പറ്റിയാണ്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് എന്ത് എനർജിയാണോ ഇലക്ട്രോണിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് എന്ത് എനർജിയാണോ മെറ്റൽ സർഫസിലേക്ക് എക്സർട്ട് ചെയ്യുന്നത്, ആ എനർജിയാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? വർക്ക് ഫംഗ്ഷനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? വർക്ക് ഫംഗ്ഷൻ y0 ക്യാൻ ബി റിട്ടൺ ആസ് h ഇൻറ്റു ന്യൂ 0, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് hc ഡിവൈഡഡ് ബൈ ലാംഡ 0, വേർ ലാംഡ 0 ആൻഡ് ന്യൂ 0 ആർ ദ ത്രെഷോൾഡ് വാല്യൂസ് ഓഫ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. ഇത് ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്, ഇത് ത്രെഷോൾഡ് വേവ് ലെങ്ത് ആണ്. എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി? ദ മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. ഇതാണെങ്കിൽ അതുപോലെ തന്നെ ദ മിനിമം വാല്യൂ ഓഫ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് വിച്ച് ഈസ് റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. ഇത് ലൈറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല കേട്ടോ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത് ലൈറ്റ് റേ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇതേ ഇലക്ട്രോണിക് എമിഷൻ തന്നെ നമുക്ക് അൾട്രാ വയലറ്റ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ
ഹയർ ഫ്രീക്വൻസി ഉള്ള വേവ് ലെങ്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം, അതിൽ വിരോധമില്ല. പക്ഷേ നമ്മളിവിടെ ലൈറ്റിനെ പറ്റിയാണ്, ലൈറ്റിൻ്റെ ഡ്യുവൽ നേച്ചറെ പറ്റി, ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റിയും വേവ് നേച്ചറിനെ പറ്റിയും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മളിവിടെ ലൈറ്റ് എമിഷൻ, ലൈറ്റ് വന്ന് മെറ്റൽ സർഫസിൽ തട്ടി അവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ φ0 = hν0 അല്ലെങ്കിൽ hc/λ0 എന്ന് കിട്ടി. ഇതാണ്. അപ്പോൾ നമുക്ക് പറയാം ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞു. മിനിമം ഫ്രീക്വൻസി ടു ഇജക്ട് ആൻ ഇലക്ട്രോൺ, ഇതാണെങ്കിലോ മിനിമം വേവ് ലെങ്ത് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി ഇഫ് ന്യൂ ലെസ് ദാൻ ν0 ആണെങ്കിൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണെങ്കിൽ നത്തിങ് ഹാപ്പൻസ്, ഇലക്ട്രോൺ ഒന്നും സംഭവിക്കില്ല. ഇലക്ട്രോണെ ഇജക്ട് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോണെ ഇജക്ട് ചെയ്യണമെങ്കിൽ മിനിമം എത്ര വേണം? ν0 വേണം. അപ്പോൾ ν0നേക്കാൾ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ν0നേക്കാൾ കുറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇലക്ട്രോൺ ഇജക്ട് ചെയ്യില്ല. ബട്ട് ഇഫ് ദ എനർജി ഓർ ഫ്രീക്വൻസി ഈസ് ലെസ് ദാൻ ദ ത്രെഷോൾഡ് വാല്യൂ, യു കനോട്ട് സീ എനി എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്, ബട്ട് ദ ഇലക്ട്രോൺസ് ആർ ജസ്റ്റ് എക്സൈറ്റഡ് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൽ ജസ്റ്റ് എക്സൈറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഫ്രീക്വൻസി ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലൈറ്റിൻ്റെ എനർജി ത്രെഷോൾഡ് എനർജിയേക്കാൾ അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷനേക്കാൾ കുറവാണെങ്കിൽ, ഇൻസ്റ്റെഡ് ഓഫ് ഇലക്ട്രോണിക് എമിഷൻ യു ക്യാൻ ഒബ്സർവ് ആൻ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ ഹയർ ഓർബിറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യും. ആ ഹയർ ഓർബിറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺ എത്ര എനർജിയാണോ അബ്സോർവ് ചെയ്തത്, ആ എനർജിയെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഇറ്റ് വിൽ കം ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആഫ്റ്റർ എ പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം. അതാണ് നമ്മൾ എന്തായിട്ട് പഠിക്കുന്നത്? കെമിസ്ട്രിയിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഹൈഡ്രജൻ്റെ ലൈമൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവും. അത് എക്സൈറ്റേഷനും ഡി എക്സൈറ്റേഷനും നടക്കുമ്പോഴാണ്. അപ്പോൾ ഫ്രീക്വൻസിയുടെ വാല്യൂ ത്രെഷോൾഡ് വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ ദർ വിൽ ബി എക്സൈറ്റേഷൻ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വാല്യൂ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രെഷോൾഡ് വാല്യൂ, യു ക്യാൻ സീ ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്. അത് ഫ്രീക്വൻസിയുടെ കേസിൽ. സപ്പോസ് ലാംഡയുടെ കാര്യമാണെങ്കിലോ, ഇഫ് ലാംഡ ലെസ് ദാൻ λ0, ഫ്രീക്വൻസിയുടെ ഡിപ്പെൻഡൻസും വേവ് ലെങ്ത്തിൻ്റെ ഡിപ്പെൻഡൻസും നേരെ ഓപ്പോസിറ്റ് ആണ്. വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ λ0 ഉണ്ടെങ്കിൽ എന്തായാലും ഇലക്ട്രോണിക് എമിഷൻ ഉണ്ടാവും. λ0നേക്കാൾ കൂടിയാൽ വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ആര് കുറയും? എനർജി കുറയും. സോ ഇഫ് ദ വേവ് ലെങ്ത് വാല്യൂ ഓഫ് ദ വേവ് ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദ ത്രെഷോൾഡ് വാല്യൂ, യു കനോട്ട് സീ എനി ഇലക്ട്രോൺ എമിഷൻ. ബട്ട് ഇഫ് ദ വാല്യൂ ഓഫ് വേവ് ലെങ്ത് ഈസ് ലെസ് ദാൻ ദ ത്രെഷോൾഡ് വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എനർജി. വർക്ക് ഫംഗ്ഷനേക്കാൾ എനർജി കൂടിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇലക്ട്രോണിക് എമിഷൻ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നോ എമിഷൻ വിൽ ഹാപ്പൻ. ഇവിടെയാണെങ്കിൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം, ആ വേവ് ലെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യു ക്യാൻ സീ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്, കാരണം വേവ് ലെങ്ത് കുറഞ്ഞു. എന്തിനേക്കാൾ? ത്രെഷോൾഡ് വാല്യൂവിനേക്കാൾ കുറഞ്ഞു. ത്രെഷോൾഡ് വാല്യൂവിനേക്കാൾ കുറഞ്ഞാൽ അവിടെ എനർജിയുടെ വാല്യൂ എന്തായിരിക്കും? ത്രെഷോൾഡ് വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലായിരിക്കും. സോ വി ക്യാൻ ഒബ്സർവ് ആൻ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്. ആ ഒരു കാര്യം ഓർമ്മയിലുണ്ടാവണം. ഇനി നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇലക്ട്രോൺസ് നമ്മൾ ഈ എനർജി സാധാരണ ജൂളിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജൂളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്കതിനെ ഒന്ന് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആ ഇക്വേഷനെ φ0 ഈസ് ഈക്വൽ ടു hc/λ0 ജൂൾ അല്ലേ മക്കളെ? അതിനെ എനിക്ക് എന്തായിട്ട് എഴുതാം? hc/λ0 × E, അത്രയും ഇലക്ട്രോൺ വോൾട്ട് എന്ന് എഴുതാം. നേരെ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റി. ഇവിടെ ഈ ലാംഡയുടെ വാല്യൂ മാത്രമേ മാറാവുന്നുള്ളൂ. λ0 എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ, നമ്മൾ എടുക്കുന്ന മെറ്റൽ ഏതാണോ ആ മെറ്റലിൻ്റെ ത്രെഷോൾഡ് വേവ് ലെങ്ത് ആണ്. ഇതിപ്പോൾ ഒരു മെറ്റലിൻ്റെ, ഇപ്പോൾ അയണിൻ്റെ ത്രെഷോൾഡ് വേവ് ലെങ്ത് ആയിരിക്കില്ല സിങ്കിനുണ്ടാവുക, അതായിരിക്കില്ല കോപ്പറിനുണ്ടാവുക, ഇപ്പോൾ സോഡിയം, പൊട്ടാസ്യം, അങ്ങനെ ഓരോ മെറ്റലിനും മെറ്റൽ ടു മെറ്റൽ അത് വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ λ0യിൽ വേരിയേഷൻ വരാം വിത്ത് റെസ്പെക്ട് ടു ദ മെറ്റൽ ദാറ്റ് യു ആർ ടേക്കിംഗ്. ബാക്കി എല്ലാവരും കോൺസ്റ്റൻ്റ് ആണല്ലോ. ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് യു നോ ദ വാല്യൂസ്. ഹെച്ചിൻ്റെ വാല്യൂ അറിയാം, സിൻ്റെ വാല്യൂ അറിയാം, ഇലക്ട്രോണിക് ചാർജ് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ, ഈ പറയുന്ന സംഭവത്തിനെ, നമുക്കറിയാവുന്ന കോൺസ്റ്റൻറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അറിയാവുന്ന കോൺസ്റ്റൻറ്റുകളുടെയൊക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് φ0 ഈക്വൽ ടു, ഹെച്ചിൻ്റെ വാല്യൂ അറിയാം, സിയുടെ വാല്യൂ അറിയാം, ഇയുടെ വാല്യൂ അറിയാം. ഹെച്ചിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 6.6 × 10⁻³ × 3 × 10⁸ divided by 1.6 × 10⁻⁻19
പിന്നെ നമ്മളുടെ ലാംഡ സീറോനെ എന്തായാലും മറക്കണ്ട, അവിടെ ലാംഡ സീറോ അവിടെ ഉണ്ട്, 1/λ0. അത്രയും ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ പറയുന്ന സംഭവത്തിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് എക്സാക്ട്ലി കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 12.375 ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 12.375 ഇൻറ്റു 10⁻⁻7 എന്ന് കിട്ടും. പക്ഷേ ഈ വാല്യൂ വെച്ച് 12.42 ആണ്. കാരണം നമ്മളവിടെ ചെറിയ ചെറിയ അപ്രോക്സിമേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ വാല്യൂ 6.6 അല്ല, നിങ്ങൾക്കറിയാതെ ആക്ച്വൽ വാല്യൂ വരുന്നത് 6.626353 ഇൻറ്റു 10⁻34 ആണ്. ഇതൊക്കെ ഇലക്ട്രോണിക് ചാർജ് ഫൈൻ 1.6 തന്നെയാണ്. പിന്നെ ലൈറ്റിൻ്റെ വെലോസിറ്റി നമ്മൾ 3 ഇൻറ്റു 10⁻8 എന്ന് എഴുതുമെന്ന് വെച്ചാലും മൈക്കൽസൺ മോർലി എക്സ്പെരിമെൻറ്റ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റി വാല്യൂ ഇൻ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് 2.99799725 ആണ്. 2.99799728 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ അപ്രോക്സിമേഷൻസ് അവിടെ ഉള്ളതുകൊണ്ട് ആക്ച്വൽ വാല്യൂന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും നമ്മൾ ഈ ഒരു വാല്യൂസ് വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതിലാരും കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ഞാൻ എന്നാലും ആക്ച്വൽ വാല്യൂ വെച്ച് തന്നെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ 12.375 ഇൻറ്റു 10⁻⁻7 ഡിവൈഡഡ് ബൈ λ0, അത്രയും ഇലക്ട്രോൺ വോൾട്ട് നമുക്ക് കിട്ടും. ഞാൻ ഇതിനെ ഒന്നുകൂടെ റിഫൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്തായിട്ട് എഴുതുന്നത്? 12,237.5 ഇൻറ്റു 10⁻⁻9 ഡിവൈഡഡ് ബൈ λ0 ഇലക്ട്രോൺ വോൾട്ട്. ഇനി മക്കളെ, നമുക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു ചേഞ്ച് നമ്മളിതിൽ വരുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻⁻9 കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേവ് ലെങ്ത് എപ്പോഴും എന്തിലേ തരുള്ളൂ? നാനോമീറ്ററിലാണ് പൊതുവേ തരിക. അങ്ങനെ വേവ് ലെങ്ത് നാനോമീറ്റർ തരികയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 500 നാനോമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. നിങ്ങളപ്പോൾ ഇവിടെ എന്ത് എഴുതും? 500 ഇൻറ്റു 10⁻⁻9 എന്ന് എഴുതും. ആ -9ഉം ഈ -9ഉം ക്യാൻസലായി പോവില്ല എന്തായാലും, സപ്പോസ് നാനോമീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ പറയുന്ന 10⁻⁻9 അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഇതിൻ്റെ സെറ്റപ്പുകളൊക്കെ കുറേ കാലമായില്ലേ, അതുകൊണ്ട് ഈ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ എന്താ എഴുതാണ്? 12 അല്ല, വീണ്ടും 12 വരണേ. ദിസ് ഇസ് ഈക്വൽ ടു 1237.5 ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് ഇൻ നാനോമീറ്റർ, അത്രയും ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള പരിപാടി. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തരുമ്പോൾ HCY ഒന്നും ചെയ്യണ്ട. ഡയറക്റ്റായിട്ട് നിങ്ങളോട് പറയുകയാണ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 600 നാനോമീറ്റർ ഇസ് ഇൻസിഡൻറ്റിംഗ് ഓൺ എ മെറ്റൽ സർഫസ്, വാട്ട് ഈസ് വർക്ക് ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് λ0 ഹിയർ. അതിന് ഒരു കൺവെർഷനും ചെയ്യണ്ട. കാരണം കൺവെർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺവെർഷൻ ചെയ്ത് HC/λയുടെ വാല്യൂ കൊടുത്തൊക്കെ ചെയ്യുമ്പോൾ സമയം എത്രയാവും? അപ്പോൾ 600 നാനോമീറ്റർ ആണ് വേവ് ലെങ്ത് എങ്കിൽ ദ വർക്ക് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 1237.5 ഡിവൈഡഡ് ബൈ 600, അതായത് അറൗണ്ട് 2 വരും. അതാണ് ഏറ്റവും ബെറ്റർ മെത്തേഡ്. ഇതിപ്പോൾ നാനോമീറ്ററിൽ തരികയാണെങ്കിൽ, ഇത് നാനോമീറ്ററിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് ആങ്സ്ട്രത്തിൽ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വരാം 4000 ആങ്സ്ട്രം, 7000 ആങ്സ്ട്രം എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ആങ്സ്ട്രം 50 ക്യാൻ ബി റിട്ടൺ ആസ്, അതെന്തായിട്ട് മാറും? 12375 ഡിവൈഡഡ് ബൈ λ0 ഇൻ ആങ്സ്ട്രം. ഒരു കൺവെർഷനും ചെയ്യേണ്ട, ആങ്സ്ട്രത്തിൽ നിന്നോ നാനോമീറ്ററിനെയോ മീറ്ററിലേക്ക് മാറ്റേണ്ട, തന്നിരിക്കുന്ന അതേ വാല്യൂ വെച്ച് തന്നെ ചെയ്യുക. ദാറ്റ് മച്ച് ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഇതാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിലുള്ള വഴി. ഇത് ബോർഡ് എക്സാമിന് കൊണ്ടുപോയിട്ട് ഈ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഫൈനൽ ആൻസറിന് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. കാരണം അവർ സ്റ്റെപ്പ് നോക്കും. ബോർഡ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ HC/λ ഒക്കെ വെച്ച് വൃത്തിയായിട്ട് സ്റ്റെപ്പൊക്കെ എഴുതി ചെയ്താൽ മതി. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരാളും ഈ മെത്തേഡിൽ ആൻസർ കണ്ടുപിടിക്കേണ്ട, സമയം പോകും, നമുക്ക് അത്ര സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? തന്നിരിക്കുന്ന വേവ് ലെങ്ത് ഏത് യൂണിറ്റിലാണ്? നാനോമീറ്ററാണെങ്കിൽ 1237, ആങ്സ്ട്രം ആണെങ്കിൽ 12375. പെട്ടെന്ന് കാര്യം കഴിയും. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ഒരു 600 നാനോമീറ്റർ ആണെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഫ് ദ λ0 ഈക്വൽ ടു 600 നാനോമീറ്റർ, നിങ്ങളതിനെ മീറ്ററിലേക്ക് മാറ്റി HC/λയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ സമയം എത്രയാവും? ഇവിടെയാണെങ്കിൽ നമുക്ക് എനർജി സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? E ഈക്വൽ ടു ഇതെത്ര ഒരു ഉദ്ദേശം? 600 1200. അപ്പോൾ ഇത് ഉദ്ദേശം ഒരു 2.1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. കാര്യം കഴിഞ്ഞു. ഇതേ കാര്യം തന്നെ HC/λ ചെയ്യാൻ സമയം എത്രയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ,
മറ്റേ ആങ്സ്ട്രോം ആണെങ്കിൽ ഇതേപോലെ തന്നെ 12375 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷൻ ഈ ചാപ്റ്ററിലും ഇതിൻ്റെ അടുത്ത ചാപ്റ്ററിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ്. പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുക. അത് ഓർമ്മിക്കേണ്ട കാര്യം, നാനോമീറ്റർ ആണെങ്കിൽ 1237 ആങ്സ്ട്രോം ആണെങ്കിൽ 12375. ഇതേ കാര്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ 1237നെ 1240 ഇതിനെ 12400 എടുക്കാം. ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ഈ വാല്യൂ വെച്ച് ചെയ്യുള്ളൂ കേട്ടോ. കാരണം ഇതിനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇതാണ് എളുപ്പം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള റോള് നമ്മുടെ കാൽക്കുലേഷൻസിലുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ അറ്റംപ്റ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലും നിങ്ങളുടെ സ്പീഡിലും എല്ലാം അപ്രോക്സിമേഷൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് ഓർമ്മ വേണം എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. ഇതതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു, ഇത്ര കാൽക്കുലേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതായത് എങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിയറി എന്താണ്, ആ തിയറി അനുസരിച്ച് ഹൗ വി ക്യാൻ predict when the photoelectric emission happens, or is there any chance to eject the electrons or not, അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാനുള്ള കണ്ടീഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി അത് നമുക്ക് ന്യൂമറിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ദർ ഷുഡ് ബി ആൻ ഇക്വേഷൻ. ആ ഇക്വേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് വി ഹാവ് ടു ചെക്ക് വിച്ച് ഓഫ് ദ ഫാക്ടേഴ്സ് ആർ മെയിൻലി ഇൻഫ്ലുവൻസിങ് ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഫ്രം ദ മെറ്റൽ സർഫസ് എന്ന് കാണണം. അപ്പോൾ ഇതിനൊരു ന്യൂമറിക്കലായിട്ടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് അബൌട്ട് ദിസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വാസ് പുട്ട് ഫോർവേഡ് ബൈ ആൽബർട്ട് ഐൻസ്റ്റീൻ. അതിനെ നമ്മൾ ഐൻസ്റ്റീൻസ് തിയറി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും. അതിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദ മെയിൻ ഫാക്ടർ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് നത്തിങ് ബട്ട് ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ സർഫസ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നമുക്ക് എക്സിബിറ്റ് ചെയ്യുന്നതൊക്കെ ആരായിരിക്കും? മെയിൻലി ഇറ്റ് ഈസ് exhibited by electropositive metals. electropositive metals ആണ് കാണിക്കുന്നതെന്ന് പറയാൻ കാരണം, നോർമലി വർക്ക് ഫംഗ്ഷൻ അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി കുറഞ്ഞിട്ടുള്ള സിങ്ക്, സീസിയം, സോഡിയം, പൊട്ടാസ്യം, അതുപോലെ മറ്റ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വളരെ എഫക്റ്റീവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോപോസിറ്റീവ് മെറ്റൽസ് ആണെങ്കിൽ അതിൻ്റെ 50യുടെ വാല്യൂ എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ അതൊന്ന് വർക്ക് ഫംഗ്ഷനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. രണ്ടാമത് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റും രണ്ടാമത്തെ ഫ്രീക്വൻസി ഓഫ് ലൈറ്റും. ഇൻറ്റൻസിറ്റി എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഒപ്റ്റിക്സിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവണം. വാട്ട് ഈസ് മീൻ ബൈ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്? ഇൻറ്റൻസിറ്റി അത് തെർമോഡൈനാമിക്സിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കണ്ടിട്ടുള്ളതായിരിക്കും. തെർമൽ പ്രോപ്പർട്ടീസിൽ നമ്മുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷനൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. The intensity of radiation is nothing but the power delivered per unit area അല്ലെങ്കിൽ എനർജി ഡെലിവേർഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. രണ്ടും ഒന്ന് തന്നെയാണ്. പവർ ഡെലിവേർഡ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാലും ഇറ്റ് മീൻസ് ദ സെയിം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ആൻഡ് അക്കോർഡിംഗ് ടു ദ ക്ലാസിക്കൽ ഫിസിക്സ് ഇൻറ്റൻസിറ്റി ഈസ് ദ എനർജി ഡെലിവേർഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. പക്ഷേ ഇവിടെ നമ്മൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആ ഒരു സെൻസിലല്ല ഉപയോഗിക്കുന്നത്. പവർ ഡെലിവേർഡ് പെർ യൂണിറ്റ് ഏരിയ അല്ല. ഇൻറ്റൻസിറ്റി നമ്മളിവിടെ ലൈറ്റിനെ കൺസിഡർ ചെയ്യുന്ന ഒരു വേവ് ആയിട്ടല്ല, പകരം ഒരു കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ടാണ്, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഫോട്ടോൺസ് ആയിട്ടാണ്. ഫോട്ടോൺസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫോട്ടോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലൈറ്റ് ക്വാണ്ട. ലൈറ്റിൻ്റെ മിനിമം പാക്കറ്റ് ഓഫ് അല്ലെങ്കിൽ മിനിമം വാല്യൂ ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഫോട്ടോൺ, ഒരു യൂണിറ്റ് അത്ര വിചാരിച്ചാൽ മതി. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. കൂടുതൽ വിശദീകരിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ് ഫോട്ടോൺ എന്ന് ചോദിച്ചാൽ ലൈറ്റിൻ്റെ യൂണിറ്റാണ് ഫോട്ടോൺ. ലൈറ്റ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കളക്ഷൻ ഓഫ് ഫോട്ടോൺസ് ആയിട്ടാണ്. സോ ദ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് ഡിസ്ക്രീറ്റ് പാക്കറ്റ് ഓഫ് ലൈറ്റ് എനർജി ഈസ് കോൾഡ് ആസ് ഫോട്ടോൺസ്. അത് ഓരോ ഫോട്ടോണും കളറിന്, അതായത് നമുക്കറിയാമല്ലോ ലൈറ്റ് പല കളറിലുണ്ട്. ഓരോ കളറിൻ്റെ ഫോട്ടോണിൻ്റെയും പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ റെഡ് ഫോട്ടോണിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല വയലറ്റ് ഫോട്ടോൺ ഉണ്ടാവുക. കാരണം രണ്ടിലും ഫ്രീക്വൻസിയിൽ വ്യത്യാസമുണ്ട്, വേവ് ലെങ്ത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ
ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി ആണെന്നുള്ള കാര്യം മനസ്സിൽ ഇരിക്കണം. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ പഠിച്ച പോലെ എനർജി ഡെലിവേർഡ് പെർ യൂണിറ്റ് ഏരിയ അല്ല. ഇൻ ദ ക്വാണ്ടം നേച്ചർ ഓഫ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഈസ് എക്സ്പ്ലെയിൻഡ് ആസ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് ദാറ്റ് ഹിറ്റിംഗ് ദ സർഫസ്. എത്ര ഫോട്ടോൺസ് വരുന്നുണ്ട്. സോ ഇപ്പോഴേ ഈ ചാപ്റ്ററിൻ്റെ കാര്യം പഠിക്കുന്നതിന് മുമ്പേ മനസ്സിൽ ഉറപ്പിക്കണം, ഇൻറ്റൻസിറ്റി റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ്. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫോട്ടോണിൻ്റെ എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലാതെ അതിന് വേറെ യാതൊരു മീനിങ്ങും ഇല്ല. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് എനർജി. എനർജി ഇസ് because as per the quantum theory of light, the energy of light is h nu ആണ്. അപ്പോൾ അവിടെ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെ മാത്രമേ ഉള്ളൂ? ഒരു ഫോട്ടോണിൻ്റെ എനർജി എന്ന് നമ്മൾ പറഞ്ഞല്ലോ, E0 is equal to h nu അല്ലേ മക്കളെ? അപ്പോൾ ആ ന്യൂ എന്ന് പറയുന്നത് മാത്രം, ഫ്രീക്വൻസി മാത്രമാണ് ലൈറ്റിനെ എനർജിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ അവിടെ വേറെ ഒന്നിലും ഡിപ്പെൻഡൻസ് ഇല്ല. എനർജി ഡെലിവേർഡ് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതിന് ലൈറ്റിൻ്റെ എനർജിയുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇൻറ്റൻസിറ്റി റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ്. അപ്പോൾ ഒരു മെറ്റൽ സർഫസിലേക്ക് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം പലർക്കും ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ കൺഫ്യൂസ്ഡ് ആവുന്നത് ഈ ഇൻറ്റൻസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിലാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് ദാറ്റ് ഹിറ്റിംഗ് ദ മെറ്റൽ സർഫസ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഫോട്ടോൺസിനെയാണ്. അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു സർഫസിൽ കുറേ ഫോട്ടോൺസ് വന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ കുറേ ഫോട്ടോൺസ് വന്ന് തട്ടുകയാണെങ്കിൽ മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? മോർ ഇൻറ്റൻസിറ്റി ആയിരിക്കും. കൂടുതൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫോട്ടോൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ ഒരു സെൻസിൽ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഒരു നോർമൽ കേസ് എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്. സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരിക്കും, നമ്മുടെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പീരിയൻ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട്. ഇതിവിടെ ഒരു ചെറിയൊരു സ്ലിറ്റ് ഉണ്ട്, ചെറിയൊരു സ്ലിറ്റ്. ഇതിൽ കൂടെ ലൈറ്റിന് അകത്തേക്ക് പാസ് ചെയ്ത് പോവാം. ഇപ്പോൾ സ്ലിറ്റ് ഫുള്ളായിട്ട് ഓപ്പണാണ്. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ആ സ്ലിറ്റിൻ്റെ ചെറിയൊരു വിത്ത് മാത്രമേ, ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഞാൻ ഓപ്പൺ ആക്കുന്നുള്ളൂ. ആദ്യം ഈ സ്ലിറ്റ് ഇത്ര ഓപ്പൺ ആയിട്ടില്ല കേട്ടോ, ഇത്രേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഡോറ് തുറക്കുന്ന പോലെ ഡോറ് ജസ്റ്റ് ഒന്ന് തുറന്നു. ഇപ്പോൾ മക്കളെ ഇത്രയും സ്പേസിൽ കൂടെ മാത്രമല്ലേ ഫോട്ടോൺസിന് ഉള്ളിലേക്ക് വരാൻ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ സ്ലിറ്റിൻ്റെ ഏരിയ വളരെ കുറവാണ്, ചെറിയൊരു ഏരിയയിൽ കൂടെ മാത്രമേ ലൈറ്റിന് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. സോ ഇൻ ദിസ് കേസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിലൂടെ വരുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഡോറ് ഒരു ഇത്തിരി തുറന്നിട്ടുള്ളൂ, കുറച്ചേ തുറന്നിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് അല്ലേ ഉള്ളിലേക്ക് വരുള്ളൂ. ഫ്യൂ ലൈറ്റ് ഈസ് കമ്മിങ് ഇൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ വെരി ലോ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആർ കമ്മിങ് ഇൻസൈഡ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഡോർ ഗ്രാജുവലി ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഡോറ് തുറക്കും തോറും കൂടുതൽ ലൈറ്റ് ഉള്ളിലേക്ക് വരും. കൂടുതൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൂടുതൽ, മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആർ കമ്മിങ് ഇൻസൈഡ് എന്നാണ് മീനിങ്. അല്ലാതെ ഇറ്റ് നെവർ മീൻസ് ദാറ്റ് മോർ എനർജി ഈസ് കമ്മിങ്, ബിക്കോസ് എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഫ്രീക്വൻസി. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ ഡോറ് കുറച്ച് തുറന്നാലും കൂടുതൽ തുറന്നാലും ഉള്ളിൽ വരുന്ന ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും മക്കളെ? കുറച്ച് തുറന്നാലും കൂടുതൽ തുറന്നാലും വരുന്ന ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി എത്ര തന്നെയാണ്? ന്യൂ തന്നെയാണ്. അതിൽ യാതൊരു ചേഞ്ചും ഇല്ല. വാതിൽ കൂടുതൽ തുറന്നു എന്ന് വിചാരിച്ചിട്ട് വരുന്ന ഫോട്ടോണിൻ്റെ എനർജി കൂടില്ല. ടോട്ടൽ എനർജിയിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം, ബട്ട് ഇറ്റ് നെവർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എനർജി ഓഫ് എ സിംഗിൾ ഫോട്ടോൺ. E0 is equal to h nu എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫോട്ടോണിൻ്റെ എനർജിയാണ്. ആ സിംഗിൾ ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇറ്റ് നെവർ ഡിപ്പെൻഡ്സ് അപ്പോൺ എനി അതർ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡോറ് കൂടുതൽ തുറക്കും തോറും, ഇപ്പോൾ ഇത് ചെറിയൊരു ഗ്യാപ്പാണ്, ഈ ഗ്യാപ്പിൽ കൂടെ കുറച്ച് ലൈറ്റ് അല്ലേ ഉള്ളിലേക്ക്, ഇവിടെ ഞാൻ ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റിന് ഉള്ളിലേക്ക് വരാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ രണ്ട് വിരലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യുന്നതോറും മോർ ലൈറ്റ് വിൽ ബി ഏബിൾ ടു കം അക്രോസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗ്യാപ്പ് കൂടുന്തോറും, സ്ലിറ്റിൻ്റെ ഗ്യാപ്പ് കൂടുന്തോറും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കണം. കാരണം നമുക്ക് പിന്നീട് അത് വളരെ വളരെ ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഗ്യാപ്പ് കൂട്ടുന്തോറും എന്തായി? കൂടുതൽ ലൈറ്റ് ഉള്ളിലേക്ക് വരും. മോർ ലൈറ്റ് മീൻസ് മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ്, അല്ലെങ്കിൽ മോർ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഓർമ്മിക്കണം, ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് ഫോട്ടോൺസ്. വേറെ യാതൊന്നുമായിട്ടും അതിന് കണക്ഷൻ ഇല്ല. ഫോട്ടോണിൻ്റെ എനർജിയുമായിട്ട് ഇൻറ്റൻസിറ്റിക്ക് ഒരു ബന്ധമില്ല. സോ കൂടുതൽ മോർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റ് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ ഡൗട്ട് ക്ലിയറൻസിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ലൈവ് ഡിസ്കഷൻ്റെ സമയത്തോ യു ക്യാൻ ആസ്ക് മീ. അപ്പോൾ
ഇവിടെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം അതൊരു ഇതായിട്ട് ചെറിയൊരു ടിപ്പായിട്ട് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലിറ്റിൻ്റെ ഗ്യാപ്പ് ആണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഗ്യാപ്പ് ഓഫ് ദ സ്ലിറ്റിൻ്റെ ഗ്യാപ്പ് കൂട്ടും തോറും ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ദാറ്റ് കമ്മിങ് ഇൻ വിൽ ബി ഇൻക്രീസ്ഡ്. ഡിക്രീസ് ദ ഗ്യാപ്പ് ഓഫ് ദ സ്ലിറ്റ്, ദ ലൈറ്റ് ഇൻറ്റൻസിറ്റി വിൽ ഡിക്രീസ്. സോ കുറച്ച് ഫോട്ടോൺസ്, അപ്പോൾ ഫോട്ടോണിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെന്തായാലും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു ഇൻറ്റൻസിറ്റിയുടെ കാര്യം. അപ്പോൾ ഇൻറ്റൻസിറ്റി മീൻസ് നമ്പർ ഓഫ് ഫോട്ടോൺസ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫെമിലിയർ ടു യു, ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഓഫ് ലൈറ്റാണ്. നമ്മളിവിടെ ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ടൈമുകളാണ് വർക്ക് ഫംഗ്ഷൻ, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയിൽ എന്തായാലും ലൈറ്റിൻ്റെ എനർജിയിൽ ഡിപ്പെൻഡൻസ് ഉണ്ട്. കാരണം ദ എനർജി ഓഫ് എ സിംഗിൾ ഫോട്ടോൺ E0 ഈസ് ഈക്വൽ ടു hν ആണ്. സോ മോർ ഫ്രീക്വൻസി മീൻസ് അല്ലെങ്കിൽ ഹയർ ഫ്രീക്വൻസി മീൻസ് ഹൈ എനർജി ഫോട്ടോൺസ് ഓർ ലോവർ. ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ് ഫോട്ടോണും എടുത്തു, അതുപോലെ തന്നെ ബ്ലൂ ഫോട്ടോണും എടുത്തു. സോ സ്വാഭാവികമായിട്ടും റെഡിൻ്റെ ഫ്രീക്വൻസിയേക്കാൾ വളരെ വളരെ കൂടുതലാണ് ബ്ലൂവിൻ്റെ ഫ്രീക്വൻസി. സോ റെഡ് ഫോട്ടോണിനേക്കാൾ എനർജി കൂടുതൽ ആർക്കായിരിക്കും? ബ്ലൂ ഫോട്ടോണിനായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിലും തീരുമാനമായിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ ഫോട്ടോണിൻ്റെ എനർജിയിൽ ആർക്ക് ഡിപ്പെൻഡൻസ് വരുന്നില്ല? ഇൻറ്റൻസിറ്റിക്ക് ഒരു ഡിപ്പെൻഡൻസും വരുന്നില്ല. ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയുടെ മാത്രം ഫംഗ്ഷനാണ്. ഫ്രീക്വൻസി മാത്രമേ ഫോട്ടോണിക് എനർജിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ, സോ എപ്പോഴും മനസ്സിൽ ഈ ചാപ്റ്റർ കഴിയുന്നവരെ ഓർമ്മയിൽ ഉണ്ടാവണം, ഇൻറ്റൻസിറ്റി റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് ഫോട്ടോൺസ്. മോർ ഇൻറ്റൻസിറ്റി മീൻസ് മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ്. ആൻഡ് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എനർജി ഓഫ് ലൈറ്റ്. അപ്പോൾ മോർ ഫ്രീക്വൻസി മീൻസ് മോർ എനർജറ്റിക് ഫോട്ടോൺസ്. ഹയർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി കൂടുന്തോറും യു വിൽ ബി ഗെറ്റിംഗ് മോർ എനർജറ്റിക് ഫോട്ടോൺസ്. സോ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസി, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫോട്ടോൺസും ആണ്. ഈ ഒരു കാര്യം ആദ്യമായിട്ട് ഉറപ്പിക്കണം. ഞാനിത് പലവട്ടമായി പറയുന്നു, എനിക്കറിയാം, ഡെലിബറേറ്റ്ലി പറയുന്നത് തന്നെയാണ്. കാരണം അത് മനസ്സിൽ ഉറക്കണം നിങ്ങളുടെ. ഇതിപ്പോൾ നമ്മൾ നോർമൽ ക്ലാസ് ആണെങ്കിൽ പലവട്ടം നിങ്ങളിത് കേൾക്കേണ്ടി വരും. കാരണം ഇത് പറയുന്നതിന് കാരണം വേറൊന്നുമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ഷുവറായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നീറ്റിന്. ഇത്തവണയും ചോദിച്ചിരുന്നു, കഴിഞ്ഞ തവണയും ചോദിച്ചിരുന്നു, ഇനി അടുത്ത പോലെ എന്തായാലും ചോദിക്കും. അപ്പോൾ മാക്സിമം ആൾക്കാർ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് മനസ്സിൽ നിൽക്കട്ടെ എന്ന് വെച്ചിട്ടാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും തെറ്റിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും മിസ്റ്റേക്ക് വരുത്താതിരിക്കുക. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് മാത്രമാണ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ശരിക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ മെയിൻ 3 ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളതിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ബേസിക്സ് ആണ് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, അതായത് യൂസിങ് ദിസ് കൺസെപ്റ്റ്സ് വി ഹാവ് ടു ഫോർമുലേറ്റ് ദ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റും ഫ്രീക്വൻസി ഓഫ് ലൈറ്റും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ താങ്ക് യു.